അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നലെ ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. ഇന്നും ചെറിയൊരു വീഡിയോ ആണ്, ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക. രാവിലെ ഇന്ന് ചപ്പാത്തി ഒക്കെ ആയിരുന്നു, അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കത്തെ കറികളാണ് ഇന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉണ്ണിത്തണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, മമ്പയർ നേരെ വേവിക്കാൻ തന്നെ വെച്ചതാണ് കേട്ടോ. കുറേ സമയം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈം കൊണ്ട് ഉണ്ണിപ്പിണ്ടിയൊക്കെ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പും ഒക്കെ ചേർത്തിട്ട് പിന്നെ ചീനമുളകാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വെന്ത് പയറൊന്ന് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മയം കിട്ടും കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു ഉപ്പേരിയായിരുന്നു ഉച്ചക്ക് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ലാസ്റ്റ് അതിലേക്കൊന്ന് താളിച്ച് ഒഴിക്കുന്നുണ്ട്. കടുകും കറിവേപ്പിലയും കൂടെയാണ് ഇട്ടത്. ഇന്ന് രാവിലെ ഞാൻ വെറുതെ ഒന്ന് താഴെ പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് ചെറിയൊരു വായയാണ് കേട്ടോ, അത് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിന്ന്. അപ്പോൾ പിന്നെ വേഗം ഒന്നും നോക്കിയില്ല, അതിൻ്റെ പകുതിന്ന് വെട്ടിയിട്ട് ചെറിയൊരു ഉണ്ണിപ്പിണ്ടി എടുത്തിട്ട് വന്നതാണ് കേട്ടോ. ഇനി ചിലപ്പോൾ അതിൻ്റെ ബാക്കി അടിയിൽ കുറച്ച് ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അതിമ്പോൾ നിർത്തിയിട്ടുണ്ട്. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടിയതായിട്ട് ഓടി വന്നതാണ്. പിന്നെ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഇന്ന് തന്നെ അങ്ങ് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു. ഇതിപ്പോൾ എന്നും ഇങ്ങനെ തൊലി കളയാനായിട്ട് തന്നെ ഒരാൾ ഇരിക്കണം. അപ്പോൾ നേരെ അതിൻ്റെ തൊലിയൊക്കെ കൂടെ ഇത് ബജിമുളകാണ് കേട്ടോ. ഇതൊക്കെ എന്നോ ഉണ്ടാവേണ്ടതാണ്. ഈ ചെടിച്ചട്ടിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഉണ്ടാവാതെ നിന്നത്. അതിൻ്റെ ചോട്ടിലാണ് കൊണ്ടുപോയിട്ടത്. പിന്നെ വൈകിട്ടത്തെ വിശേഷമാണ് കാണിക്കുന്നത്. ഹൈസുകുട്ടി വരുമ്പോൾ ഇതാ ചായയും പഴമൊരിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓനെത്തി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഉമ്മ പുറത്ത് പോയതായിരുന്നു കേട്ടോ. അക്ഷയ വരെ ഉമ്മക്ക് പെൻഷൻ വാങ്ങണതിന് മാസ്റ്ററിങ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് അക്ഷയയിൽ പോയതായിരുന്നു. അപ്പോൾ ഉമ്മയും വൈകിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ ഹൈസിന് ഇന്നലെ അറബി ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തയച്ചായിരുന്നു കേട്ടോ, 100 രൂപ. എന്നിട്ട് ഇന്നലെ അത് ഓനെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ബുക്കിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ടീച്ചർക്കും ഞാൻ വോയിസ് വിട്ടിരുന്നു. അവൻ്റെ പുസ്തകത്തിൻ്റെ ഇടയിലുണ്ട്. ടീച്ചർ പിന്നെ അത് വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു, സ്കൂളിലെത്തിയപ്പോൾ മറന്നു പോയി എന്ന് പറഞ്ഞു കേട്ടോ, നോക്കാൻ വേണ്ടിയിട്ട് ഓൻ്റെ ബുക്കിൽ. അങ്ങനെ ഓനെ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. ഇന്ന് ഞാനത് അപ്പുറത്തുള്ള ഇനുവിൻ്റെ കാക്കാൻ്റെ കയ്യിൽ കൊടുത്തയച്ചു കേട്ടോ, 100 രൂപ വേറെ. അങ്ങനെ അറബി പുസ്തകമൊക്കെ അവനക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൻ പറയാണ് ഇത് അള്ളാൻ്റെ ബുക്കാണ് എന്നിട്ടോ പറയുന്നത്. സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുത്താണ് അത്ര ടീച്ചർ. പിന്നെ വൈകിട്ടത്തേക്കുള്ള ഒരു ചെറിയ ചോറ് ഉണ്ടാക്കണുണ്ട് കേട്ടോ, പച്ചരി വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. അതൊന്ന് മൂത്ത് വരുമ്പോൾ റേഷൻ കടയിൽ നിന്നുള്ള പച്ചരി നമ്മൾ ഉപ്പുമാവൊക്കെ വെക്കണ പോലെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. പച്ചരി ചോറ് എന്ന് പറയും ഞങ്ങൾ. അപ്പോൾ അതിന് ഇതാ കുറച്ച് പച്ചരിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് തിളക്കുമ്പോൾ അതിലേക്ക് ചോറ് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ഏലക്കായ ചതച്ചതും ചെറിയൊരു കഷ്ണം പട്ട അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് വെള്ളം വറ്റി വന്നാൽ നല്ല അടിപൊളി ചോറ് കിട്ടും കേട്ടോ. നമുക്ക് കറിയൊന്നും ആവശ്യമില്ല, ഉപ്പും ചേർക്കണം കേട്ടോ, ഞാൻ മറന്നുകണ്. നമുക്ക് വെറുതെയും ചായൻ്റെ കൂടെ കഴിക്കാട്ടോ. പക്ഷേ എനിക്ക് ഇതിക്ക് എന്തെങ്കിലും കറി വേണം. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറച്ചി കിട്ടിയിരുന്നു കേട്ടോ, ആയിട്ട് കറി ഉണ്ടാക്കിയതുണ്ട്. അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഇത് കഴിച്ചത്. അപ്പോൾ വൈകിട്ട് ഇന്ന് രാത്രി ഇതായിരുന്നു കേട്ടോ കഴിച്ചത്. പിന്നെയെന്ന് പറഞ്ഞാൽ വൈകിട്ടൊക്കെ നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും മഴ തന്നെയല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാനൊന്നുമില്ല, മഴയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകാരെല്ലാം വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ ലൈക്കും കമൻറ്റും ഒന്നും തരാനായിട്ട് മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ മൈമൂനാക്കും ജഹ്സീനാക്കും ഹായ് പറയാണ്, 2 പേർക്കും ഹായ്. നാസിൽ നഹാൻ 2 ആൾക്കും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. 2 ആൾക്കും ഇത്താത്താൻ്റെ വക ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.